ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ പായസമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ശർക്കരയാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഞാനൊരു കപ്പ് പയറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഒരിക്കലും ശർക്കരയും പയറൂടെ ആദ്യം ഒരുമിച്ചിട്ട് വേവിക്കരുത്, നമ്മുടെ പയർ വേവില്ല. ഇപ്പോൾ നമ്മുടെ പയറൂടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഇപ്പോൾ നമ്മളുടെ പയറിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ടൈം കൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണ്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ചുക്കും ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പായസം തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കയും ചുക്കും പൊടിച്ചത് 1.5 ടീസ്പൂൺ ഞാനിവിടെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു പായസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.